സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി ടി.വി.കെ അധ്യക്ഷൻ വിജയ് വീണ്ടും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കാണുമെന്ന വാർത്ത വരികയാണ്. വൈകിട്ട് 4:30 ലോക് ഭവനിലാണ് ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. അങ്ങനെ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുമ്പോൾ CPM CPI ഒക്കെ തന്നെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. അനുകൂലമായി എത്ര നമ്പർ കയ്യിലുണ്ട് എന്നുള്ളതാണ്. 118 കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ അതിനുള്ള അരികിലേക്ക് വിജയ്ക്ക് എത്താൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ടി.വി.കെക്ക് ഉള്ളത്. കൂടിക്കാഴ്ച വൈകിട്ട്, അതായത് 3ാമത്തെ തവണയാണ് ലോക് ഭവനിലേക്ക് എത്തി ഗവർണറെ കാണുന്നത് വിജയ്, ടി.വി.കെ അധ്യക്ഷൻ. ഇപ്പോൾ അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, എങ്ങനെയൊക്കെയാണ് നിർണായക നീക്കങ്ങൾ വരുന്നത്? 3ാം തവണയും ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കാണുമ്പോൾ കയ്യിലൊരു നമ്പർ, അത് ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള നമ്പർ വിജയുടെ കൈവശമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കാനുള്ള അവസരം അവർ അനുവദിച്ചു. ഇപ്പോൾ നമുക്ക് വേദിയിൽ കാണാൻ പറ്റുന്നത് പ്രസിഡന്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, പോളിറ്റ് ബ്യൂറോ അംഗം കെ ബാലകൃഷ്ണൻ, മുതിർന്ന അംഗങ്ങളെല്ലാം അവരുടെ എല്ലാം നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. സംസ്ഥാന സമിതി അംഗങ്ങളെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയം മുമ്പ് പൂർത്തിയായി. ഇപ്പോൾ സംസ്ഥാന സമിതി യോഗം ആരംഭിക്കുകയാണ്. ടി.വി.കെക്ക് പിന്തുണ നൽകണമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഈ യോഗത്തിലാണ് തീരുമാനമുണ്ടാവുക. ഈ തീരുമാനത്തിന് ശേഷം CPI-യുമായി കൂടിയാലോചിച്ച് ഒരുമിച്ചായിരിക്കും ഒരുപക്ഷെ തീരുമാനം പ്രഖ്യാപിച്ചത്. എന്തായാലും സംസ്ഥാന സമിതി യോഗം, വളരെ നിർണായകമായ സംസ്ഥാന സമിതി യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5-6 മണിയോടുകൂടി ഈ യോഗം പൂർത്തിയാകും എന്നറിയുന്നു. പ്രിൻസിപ്പയുടെ യോഗവും വൈകുന്നേരം 5 മണിക്കാണ്. എന്തായാലും ഇന്ന് തന്നെ വിജയെ പിന്തുണയ്ക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഈ പാർട്ടി. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. 4:30 ഗവർണറെ 3ാം തവണയും കാണുകയാണ് വിജയ്. ഇപ്പോൾ എന്തൊക്കെ പ്രതീക്ഷയുണ്ട്? ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കി സർക്കാർ രൂപീകരിക്കാൻ തക്ക രീതിയിലേക്ക് അവിടുത്തെ ഒരു അന്തരീക്ഷം എത്തിയിട്ടുണ്ടോ? ഗവർണർ കേവല ഭൂരിപക്ഷം എന്ന നിലയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്.